നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഈ കാണുന്നത് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ അഞ്ചുമൂർത്തി മംഗലം ഭാഗമാണ്. വടക്കഞ്ചേരി ആലത്തൂർ ഇരട്ടക്കുളത്തിനൊക്കെ ഇടയിലായിട്ട് വരുന്ന അഞ്ചുമൂർത്തി മംഗലം ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഹൈവേയിൽ നിന്ന്, ഈ നാഷണൽ ഹൈവേയിൽ നിന്ന് ജസ്റ്റ് ഒരു 200 മീറ്റർ ഉള്ളിലോട്ടായിട്ട് ഏകദേശം ഒരു 7.25-7.5 സെൻറ്റോളം വരുന്ന പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട ഒരു സ്ഥലം ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അടുത്തൊക്കെ നിറയെ വീടുകളും കടകളും നിറയെ വീടുകളൊക്കെ ഉള്ളൊരു ഭാഗത്താണ്. അപ്പോൾ വീട് വയ്ക്കാൻ അനുയോജ്യമായ നല്ല പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലം തന്നെയാണ് കേട്ടോ. ഇതിന് ഉടമസ്ഥൻ പറഞ്ഞത് 2 ലക്ഷം രൂപയാണ് പെർ സെൻറ്റിന് പറയുന്നത്. അത് വിലയിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരും. അത് അദ്ദേഹമായിട്ടിരുന്ന് വന്ന് സംസാരിക്കുന്ന സമയത്ത് വിലയിൽ മാറ്റം വരുന്നതായിരിക്കും. വണ്ടികൾക്കൊക്കെ വരാനുള്ള വഴി സൗകര്യമുണ്ട്. അതുപോലെ ബോർവെല്ല് കുഴിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ കിണർ കുഴിക്കുകയാണെങ്കിലൊക്കെ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഒരു ഭാഗമാണ്. കിണർ വെള്ളങ്ങളൊക്കെ തൊട്ടടുത്ത വീടുകളിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിൽ നമ്മുടെ വടക്കഞ്ചേരിക്കും ആലത്തൂരിനും ഇടയിലായിട്ടാണ് ഈ അഞ്ചുമൂർത്തി മംഗലം എന്ന് പറഞ്ഞൊരു ഭാഗം വരിക. അപ്പോൾ ആ ഭാഗത്തായിട്ടാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ ഹൈവേയിലേക്ക് തൊട്ടടുത്ത് നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. എനി ടൈം എപ്പോഴും 24 മണിക്കൂറും ട്രാൻസ്പോർട്ട് ബസ് സൗകര്യം അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഇഷ്ടം പോലെ എപ്പോഴും ബസ് സൗകര്യമുള്ളൊരു ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒരു 200 മീറ്റർ ദൂരം മാത്രമാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത്. അപ്പോൾ ഇതിൽ അങ്ങനെ വീട് പണിത് നമ്മുടെ ഇഷ്ടപ്രകാരം, വീടല്ലാതെ കെട്ടിയ വീട് വാങ്ങാതെ നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്കൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല സൗകര്യങ്ങളുള്ളൊരു ഭാഗത്തായിട്ടാണ് ഈ പറമ്പ് വരുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ വടക്കഞ്ചേരി ടൗണിലേക്ക് മാക്സിമം ഒരു 4-5 കിലോമീറ്റർ ദൂരം, അതുപോലെ ആലത്തൂർ ടൗണിലേക്കും ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. വലിയ വലിയ ടൗണുകളിലേക്കൊക്കെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ടൗണുകളാണ് ഈ വടക്കഞ്ചേരി ആലത്തൂരും ഒക്കെ കേട്ടോ. അപ്പോൾ 7.5 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ വന്ന് നമ്മൾ ഉടമസ്ഥനുമായിട്ടിരുന്ന് സംസാരിച്ച് വില കൊണ്ടൊക്കെ ഓക്കെ ആണെങ്കിൽ ഇത് അളന്ന് തിട്ടപ്പെടുത്തി, കരഭൂമിയാണ്, നമ്മൾ നിലമല്ല അല്ലെങ്കിൽ നമ്മുടെ കണ്ടം തൂർത്തതല്ല, പാടം നികത്തിയതല്ല, പറമ്പ് കാറ്റഗറി തന്നെയാണ്. 2 ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത്. അത് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് വിലയിൽ മാറ്റം വരുന്നതായിരിക്കും. ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് റോഡ് ഫ്രണ്ടേജ് നല്ലതുപോലെ കിട്ടും. നല്ല വീതിക്കാണ് സ്ഥലം കിടക്കുന്നത്. 7.5 സെൻറ്റ് പറഞ്ഞു. അത് അത്യാവശ്യം നല്ല നിരപ്പായി കിടക്കുന്ന ഭൂമി തന്നെയാണ്. ഇതിൽ പാറയോ കാര്യങ്ങളോ ഒന്നുമില്ല, നിരപ്പായി കിടക്കുന്നു. അടുത്ത് നിറയെ വീടുകളുള്ളൊരു ഭാഗമാണ്. എന്തായാലും വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം വിളിക്കുക. വണ്ടികൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു, വണ്ടികൾക്കൊക്കെ എല്ലാ വണ്ടികൾക്കും നമുക്കൊരു വീട് പണിയണമെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ കൊണ്ടുവരാനുള്ള വഴി സൗകര്യത്തോടു കൂടെയാണ് നമുക്ക് വീടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ തന്നെ പഞ്ചായത്ത് റോഡ് പോകുന്നതിൽ കൂടെ തന്നെ ഇപ്പോൾ പൈപ്പ് ലൈൻ്റെ കണക്ഷൻ പോകുന്നുണ്ട്. നമുക്കിനിപ്പോൾ ബോർവെല്ലൊന്നും കുഴിക്കാൻ ഇപ്പോൾ താൽക്കാലികമായിട്ട് ആസ്തി ഇല്ലാത്തവരാണെങ്കിൽ ആ പൈപ്പിൽ നിന്ന് കണക്ഷൻ എടുക്കാനും പറ്റും. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഇലക്ട്രിസിറ്റി കണക്ഷൻ, പൈപ്പ് കണക്ഷൻ എന്നീ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. വന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം. ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്ന് ലൈക്ക് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ വേണം. നല്ല പറമ്പാണ്. അടുത്തൊക്കെ വീടുകളുള്ളൊരു ഭാഗത്ത്, ഒറ്റപ്പെട്ട സ്ഥലമല്ല, സൗകര്യങ്ങളെല്ലാം നമുക്ക് തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാം. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക.